സർ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ വുമൺ IPS ഓഫീസറാണ് ശ്രീലേഖ. ഇന്ന് അതേ ശ്രീലേഖ തന്നെ അവർ വർക്ക് ചെയ്തിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ നോക്കി "പോടാ പുല്ലേ പോലീസേ" എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്നു. സത്യത്തിൽ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുള്ള സുരേഷ് ഗോപിയാന്ന് എനിക്ക് തോന്നുന്നു. അതെ. സിനിമയിൽ പബിലെ എന്നൊക്കെ പറയുന്ന അല്ല, ആ ഇദ്ദേഹം രാഷ്ട്രീയ നേതാവായി, നമ്മളത് കണ്ടു. രാഷ്ട്രീയ നേതാവായപ്പോഴും ഇടയ്ക്ക് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായി വരും. അങ്ങനെ ഒരു രൂപമാറ്റം നമ്മൾ അദ്ദേഹത്തിന് ചില ആക്ഷനിലൊക്കെ കാണായിരുന്നു. അതിനാണ് അദ്ദേഹത്തിന് വല്ലാതെ വെറുപ്പുണ്ടായത് അദ്ദേഹത്തിനെതിരെ. കാരണം സിനിമയിൽ പോലീസ് ആവുന്നത് പോലെയല്ല, പക്ഷെ ജീവിതത്തിൽ പോലീസായ ആളാണ് ശ്രീലേഖ. എന്നിട്ട് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരിക. പക്ഷേ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം അവര് യഥാർത്ഥത്തിൽ വളരെ വലിയ വിജയസാധ്യത ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റിൽ മത്സരിച്ചത് അവർ വോട്ടിന്റെ എണ്ണത്തിൽ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 3ാം സ്ഥാനത്ത് പോയാലും എനിക്കൊരു അത്ഭുതമില്ല എന്നുള്ളതാണ്. 1, 2 ആര് വരും നമുക്ക് തർക്കിക്കാം. ആ സീറ്റ് നഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അതിന് കാരണം ഇവരുടെ ഈ നിലപാടുകളാണ്. ഒരു IPS ഓഫീസറായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ IPS ഓഫീസർ പോലെ ഞാൻ വലിയ ആളാണ്, ഞാൻ IPS കിട്ടിയതാണ്, ഇവിടെ DGP വരെ ആയ ആളാണ്, അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ എൻ്റെ സിൽബന്തികളായി നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കണം എന്ന അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ പറ്റില്ല. സുരേഷ് ഗോപിക്ക് പറ്റിയതിൻ്റെ വേറൊരു രൂപമൊക്കെ സംഭവിക്കണം. യഥാർത്ഥത്തിൽ അതിൻ്റെ ദോഷം എന്ത് പറ്റി? അവരിൽ നിന്ന് ആളുകൾ വല്ലാതെ അകന്നുപോയി. ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരൊരു രീതിയില്ല. ഇതിലുള്ള ഒരു കഴിവ് കൊണ്ട് ഇവർക്ക് ആളുകൾ പോയി വോട്ട് ചെയ്യണമെന്ന് അവർ വിചാരിച്ചത്, അല്ലാതെ ഇവർ ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ട് വോട്ട് ചെയ്യണമെന്നല്ല. കേവലം ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് മാത്രം ഇവരെ കെട്ടിയിറക്കിയത് അതാണ്. അതുകൊണ്ട് മാത്രമല്ലേ, അല്ലാണ്ട് അവർക്ക് എന്ത് രാഷ്ട്രീയമുണ്ട്? ഒരു പശ്ചാത്തലം ഇല്ല, രാഷ്ട്രീയമില്ല, അവരെന്തെങ്കിലും രാഷ്ട്രീയം സംസാരിച്ചിട്ടുമില്ല, പക്ഷേ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുമില്ല. നേരെ മറിച്ച് ഇപ്പൊ എന്താ പറ്റിയത്? ഇപ്പൊ പറ്റിയെന്താ വെച്ചാൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് CPM BJP സംഘർഷവുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടുകൾ കണ്ടാൽ അവര് IPS ഓഫീസറായിരുന്നു എന്നല്ല, ഒരു സാധാ കുട്ടമ്പിള്ള പോലീസാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സിവിൽ പോലീസ് കുട്ടമ്പിള്ള പോലീസ് നമ്മൾ പറയില്ലേ പഴയ കാലത്ത്, അതുപോലും പറയാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ലവ് ജിഹാദിനെ പറ്റി. അതാ ഞാൻ പറഞ്ഞു, അവര് പറയുന്നത് മുഴുവൻ മണ്ടത്തരം. ഇപ്പൊ ലവ് ജിഹാദിനെ പറ്റി അവര് വലിയ വർത്താനം പറഞ്ഞിട്ട് ഇത്രയും കാലം അവർ സർവീസിൽ ഇരുന്നിട്ട് ഒരു FIR ഉണ്ടോ? ലവ് ജിഹാദ് ഒരു FIR ഇല്ലല്ലോ ഇതുവരെ. സ്വയം കഴിവുകെട്ടതാണെന്ന് സ്വയം സമ്മതിക്കും. അതാണ്. അപ്പൊ ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നു, മറ്റേ ജിഹാദ് നടക്കുന്നു, സ്വത്ത് ജിഹാദ് നടക്കുന്നു, റിയൽ എസ്റ്റേറ്റ് ജിഹാദ് നടക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു കേസ് പോലും തന്റെ സർവീസ്, ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാത്ത ഈ ശ്രീലേഖ IPS എന്ന് പറയുന്ന ആ ലേഡി, അവരിപ്പോ വന്നിട്ട് ഇവിടെ ലവ് ജിഹാദിണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? അതുപോലെ തന്നെയാണ് പോലീസിനെതിരെ. ഇപ്പൊ സംഘർഷം നടക്കുമ്പോൾ പോലീസ് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത് മറ്റാരേക്കാൾ നന്നായി അറിയേണ്ടതല്ലേ ശ്രീലേഖയ്ക്ക്. എന്തുകൊണ്ടാണ് പോലീസ് അങ്ങനെ ഇടപെടുന്നത്? പോലീസ് മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത്. വലിയ തോതിൽ BJPയുടെ പ്രവർത്തകരെ മർദ്ദിച്ചു. പോലീസ് ഇപ്പൊ ഇതിനു മുമ്പ് മർദ്ദിച്ചിട്ടില്ലേ? ഇവര് ഈ DGP ആയിരിക്കുമ്പോ മറ്റേ എല്ലാ പാർട്ടിക്കാരെയും മർദ്ദിച്ചിട്ടുണ്ടാവും. ഞാൻ വിചാരിക്കണേ കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചിട്ടുണ്ടാവും, CPM-കാരെ മർദ്ദിച്ചിട്ടുണ്ടാവും, BJP-കാരെ മർദ്ദിച്ചിട്ടുണ്ടാവും, ലീഗുകാരെ മർദ്ദിച്ചിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഒരു മർദ്ദന ഉപാധിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ലാന്ന് ഇവർക്ക് എപ്പോഴെങ്കിലും തിരിധാരണ ഉണ്ടായിരുന്നോ ഇത്രയും കൊല്ലം സർവീസിൽ ഇരുന്നിട്ട്? ഇല്ലല്ലോ. പോലീസിന്റെ സ്വഭാവം ആ അർത്ഥത്തിൽ മർദ്ദനമുണ്ട് പോലീസ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യം, ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടുള്ളതുകൊണ്ട് വലിയ തോതിലുള്ള രാഷ്ട്രീയ ഇൻപുട്ട് പോലീസിലേക്ക് വരുന്നില്ല. പോലീസുകാരുടെ രാഷ്ട്രീയം ഉണ്ടാവുന്നല്ലാതെ ഇപ്പോൾ ഭരണകക്ഷിക്ക് അങ്ങനെ ഇടപെടാനൊന്നും പറ്റില്ല ഇപ്പോഴത്തെ ഒരു പോലീസിന്റെ നടപടിയിൽ നിന്ന് ഞാൻ വിചാരിക്കണം. ചില പഴയ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്തേക്കാം. മാത്രമല്ല ഭരണം മാറാൻ പോവാന്നുള്ളതുകൊണ്ട് പോലീസും ചിലപ്പോൾ ഉള്ളിൽ ഭയമുണ്ട്, ആടി നിൽക്കുന്ന പോലീസുകാർക്കും ഭയമുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ കാര്യമൊക്കെ നന്നായി അറിയാവുന്ന ഒരു സീനിയർ പോലീസ് ഓഫീസർ ഇത്തരം തരം താഴ്ന്ന് പോടാ പുല്ലേ പോലീസ് എന്ന് പറയുന്നുവെങ്കിൽ, തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അവർ DGPയുടെ ബോർഡ് വെക്കുക. അതാ ഞാൻ പറഞ്ഞു, DGPയുടെ ബോർഡ് എന്തെല്ലാം ബോർഡ് അവർ വെച്ചു നോക്കുക, എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജനാധിപത്യത്തിന്റെ ഭാഗമായി എപ്പോഴും വന്നിട്ടില്ല. അവരിപ്പോഴും രാഷ്ട്രീയ പോലീസാവുക, രാഷ്ട്രീയത്തിൽ നിന്ന് പോലീസാവുക. അത് യഥാർത്ഥത്തിൽ അവരുടെ നിലവാരം വളരെ പെട്ടെന്ന് തുറന്നു കാണിക്കുകയും അവർ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ദയനീയ പരാജയമാവുകയും ചെയ്തു എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പൊ പോലീസ് സംവിധാനത്തിന് അതും ആ ഇതിലിരുന്ന ഒരാൾ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവര് പോലും അങ്ങനെ പറയാറില്ല, കാരണം അവർ ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇപ്പൊ ജനാധിപത്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതും ആണല്ലോ BJP ജനാധിപത്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് പറയുന്നത്. അതും പോലീസിന്റെ ഭാഗമായി ഇത്രയും കാലം നിന്ന ഒരാൾ ആ പാർട്ടിയിലേക്ക് വരികയും അവിടെ വന്ന് പോലീസിനെതിരെ
അട്ടഹാസം മുഴക്കുകയും പോലീസിന്റെ നിയമപരമായ ഇടപെടലുകളിൽ അങ്ങനെ രാഷ്ട്രീയമുണ്ടെന്ന് പറയും, അതൊക്കെ പറയുകയും ചെയ്യുന്നത് തീർച്ചയായും ശ്രീലേഖ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനം. ശ്രീലേഖ IPS ഇത്രയും കാലം പോലീസിൽ ഇരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു, എന്ത് മനസ്സോടുകൂടിയായിരുന്നു അവരിരുന്നത്? ഇപ്പൊ പുറത്തു വന്നിട്ട് അവരെന്താ പറയുന്നത്? അവരുടെ പഴയകാല ജീവിതത്തെയാണോ നമ്മൾ വിലയിരുത്തേണ്ടത്, ഇപ്പോഴത്തെ ജീവിതത്തെയാണ് വിലയിരുത്തേണ്ടത് എന്നുള്ള സംശയം പോലും ഉണ്ട്. ഇപ്പൊ അവര് BJP കാരിയായി, വെറും BJP കാരി. ഞാൻ പറഞ്ഞ അവര് BJP കാരിയാണ്, BJP കാരി ആയിക്കോട്ടെ, ശരിക്കും പെട്ടത് BJP തന്നെയാണ്. ഉള്ള സീറ്റ് നഷ്ടപ്പെടുത്തി ഇവരെ കൊണ്ടുവന്നതോടുകൂടി ഇപ്പൊ മാത്രമല്ലല്ലോ, ഇവര് മേയർ ആവണം എന്ന് പറഞ്ഞു, മേയർ ആവും എന്നിവര് വല്ലാതെ സ്വപ്നം കണ്ടു, മേയർ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവസാനം രാജീവ് ചന്ദ്രശേഖർ പേര് വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് യോഗത്തിൽ നിന്ന് ഇറങ്ങി. പ്രധാനമന്ത്രി വന്നപ്പോ ദൂരെ പോയി പറഞ്ഞു, പിന്നെ ഡൽഹിക്ക് പോയപ്പോ വേറെ പോയി. ഇങ്ങനെ കുറെ കലാപരിപാടികൾ ഇവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവരുടെ അസംതൃപ്തി ലോകത്തിന് പ്രകടമാകുന്ന തരത്തിൽ ഇവർ സംസാരിക്കുകയും BJP പോലെ താരതമ്യം, ഇപ്പൊ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയല്ല BJP എന്നാണല്ലോ പറയുന്നത്, കുറെ കൂടി അച്ചടക്കവും ഒക്കെ ഉണ്ടെന്നാണ്, വിനയം ഇല്ലെങ്കിൽ അച്ചടക്കമെങ്കിലും ഉണ്ട്. അപ്പൊ എന്നിട്ട് പോലും അവര് എല്ലാ നേതാക്കന്മാരെയും വെറുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടെടുക്കുകയും ആ നിലപാടിന്റെ ഫലമായി അവർ വല്ലാതെ തരം താഴുകയും അതിന്റെ ഫലമായി BJPക്ക് തന്നെ വലിയ തോതിൽ ഒരു ഇടിവുണ്ടാക്കുകയും ചെയ്തു. BJP ഇടിയുന്നതിൽ വിഷമിക്കുന്ന ആളല്ല ഞാൻ, എന്നാൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടിയെ കാണുമ്പോൾ അവർക്ക് തന്നെ ദോഷമുണ്ടാക്കുകയും ചെയ്തു എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ആളാണ് ശ്രീലേഖ. ഇവരെ പറ്റി മുമ്പും ചില പരാതികൾ ഉണ്ടായിട്ടുണ്ട്, ഇവർ വേണ്ട രീതിയിലല്ല പല കാര്യങ്ങളും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ. പക്ഷെ DGP സ്ഥാനം വിട്ടതിന് ശേഷം, രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമാണ് അവരുടെ യഥാർത്ഥ മുഖം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. പിന്നെ നമ്മൾ ഇവർക്ക് DGP ആയിട്ട് ഇത്രയും കാലം ശമ്പളം കൊടുത്ത് ഇരുത്തിയിരുന്നല്ലോ എന്നൊരു വിഷമേ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് അല്ല, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ സെലക്ട് ചെയ്ത് വരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ സെൻകുമാർ, അൽഫോൺസ് കണ്ണന്താനം, ഇവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് പറയുമ്പോഴും, ഈ മത്സര പരീക്ഷകൾ പാസ്സായി എന്ന് പറയുമ്പോഴും ഇവരൊക്കെ വെറും ഈ പറയുന്ന പോലെ പുസ്തക പുഴുക്കൾ മാത്രമാണ്. അല്ല, മത്സര പരീക്ഷ പാസ്സാവാൻ പുസ്തക പുഴു പോലും ആവണ്ട, ഗൈഡ് പഠിച്ചാൽ അല്ലേ? പുസ്തകം വായിക്കുന്ന ഗൈഡ് വായിക്കുന്ന പരീക്ഷയ്ക്ക് ഗൈഡാണ്, പുസ്തകത്തിനേക്കാൾ കൂടുതൽ ഗൈഡാണ്. നമ്മൾ ഇവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള പല ഉദ്യോഗസ്ഥരുടെയും നിലപാടെടുത്താൽ ആ നിലപാടിൽ എത്രത്തോളം പൊള്ളത്തരമുണ്ടോ എന്നും അവർ ഏതോ ഒരു ഭാവനാ ലോകത്താണ് ജീവിച്ചിരുന്നതെന്നും നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, ഈ ജഡ്ജിമാരുടെ പോലെയാ, അല്ലെങ്കിൽ പോലീസുകാരുടെ പോലെ ഒരു സർവീസിൽ ഇരിക്കുമ്പോൾ ഒന്നും നന്മയും ചെയ്തിട്ടുണ്ടാവില്ല, എന്നിട്ട് പിന്നെ ആത്മഹത്യ എഴുതും ചില ആളുകൾ. നമ്മൾ കണ്ടിട്ടില്ലേ പോലീസുകാരുടെ ആത്മഹത്യ എഴുതുമ്പോൾ എഴുതി തള്ളി മറക്കി. ജേക്കബ് തോമസ് പിന്നെ സർവീസിൽ ഇരുന്നപ്പോൾ കുറെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ, ജേക്കബ് തോമസ് സർവീസിൽ ഇരിക്കുമ്പോഴും അവരുടെ മേലധികാരികളുമായിട്ട് നേരിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഒരു വഴക്കുണ്ടാക്കാതെ അടുത്തുകൊണ്ട് പറ്റി പിരിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമ്മളോട് ഗീർവാണം പറയുന്ന പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വില കൊടുക്കുന്നില്ല. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ വെറുതെ നിങ്ങളൊരു ആത്മഹത്യ എഴുതാണ് എനിക്കൊരു ഞാൻ വായിക്കേണ്ട ചപ്പരെ. പക്ഷെ നിങ്ങളൊരു രാഷ്ട്രീയ നേതാവുകയും ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയാവും. ഇപ്പൊ ഒരു കൗൺസിലറാണ് ഇപ്പോഴും. മറ്റൂർക്കാവ് തോറ്റാലും അവര് ശാസ്ത്രമംഗലം കൗൺസിലറല്ലേ. അപ്പൊ കൗൺസിലർ എന്നുള്ള എനിക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ, ഒരു ജനാധിപത്യ ബോധമല്ലേ, ഒരു നിയമവാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ലേ? അതുകൊണ്ട് ഇപ്പൊ അവർ കാണിക്കുന്നത് വളരെ തരം താഴ്ന്ന കോമാളിത്തരമാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വിലയിരുത്താൻ ജനങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും എന്നാണ് ഞങ്ങൾ. BJP അവരെ ഉപേക്ഷിക്കുമോ? BJPക്ക് അവർ ഉപേക്ഷിക്കേണ്ടി വരുന്നതാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ. കാരണം ഈ പോക്കൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു BJPക്ക് അവരെ ഉപേക്ഷിക്കേണ്ടി വരും. BJP ഉപേക്ഷിക്കുമോ, BJP അവരെ ഉപേക്ഷിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും. പക്ഷെ എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇങ്ങനെ ഒരാൾക്ക് അധികകാലം നിൽക്കാൻ തോന്നുന്നില്ല.